നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ഞാൻ എന്തായി കാണുന്നേ? അയ്യോ, കൃഷ്ണകുടി ചേട്ടാ! അയ്യോ, എന്റെ സ്വർണം! കൃഷ്ണകുടി ചേട്ടാ! എന്താ ഇത് കണ്ട? എന്റെ സ്വർണം മൊത്തം പോയി. ഇവിടെ ആരോ കയറിയിട്ടുണ്ടല്ലോ. വല്ല കള്ളന്മാരായിരിക്കും. അയ്യോ, എന്റെ സ്വർണം ഒക്കെ പോയല്ലോ. അയ്യോ അയ്യോ, എന്റെ കാശ്! അയ്യോ, എന്റെ ദേവി! എന്റെ സ്വർണം എല്ലാം പോയേ. അയ്യോ 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 വിജയേട്ടാ, എന്റെ എല്ലാം പോയി. 9 പവന്റെ പൊന്നാ കള്ളന്മാര് കൊണ്ടുപോയേ. അയ്യോ, ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കാശും കള്ളന്മാര് കൊണ്ടുപോയി. അയ്യോ, എത്ര കാശ് ചേട്ടാ? 116 രൂപ 50 പൈസ. എന്റെ എല്ലാം പോയി. എന്നാ പിന്നെ ഇവിടുത്തെ ഫ്രിഡ്ജിൻ ടിവിയൊക്കെ അവർ കൊണ്ടുപോകുന്ന? അതൊന്നും ഇപ്പൊ ആക്രി വിലക്ക് പോലും ആർക്ക് വേണ്ട കൃഷ്ണകുടി ചേട്ടാ. പൊന്നല്ലേ ഇപ്പൊ എല്ലാവർക്കും വേണ്ടേ? എന്റെ പൊന്നെല്ലാം പോയി. വിജയലക്ഷ്മി, നിന്റെ ഹൃദയത്തിന് വയ്യാത്തതാ. പതുക്കെ ഇടിക്ക്. ചങ്കും മത്തങ്ങ എല്ലാം പോട്ടെ കൃഷ്ണകുടി ചേട്ടാ. എന്റെ എല്ലാം പോയില്ലേ? എന്റെ സർവ്വതും പോയില്ലേ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? അയ്യോ എന്റെ ദൈവമേ! അവള് ആ മൂദേവി ഒറ്റ വരുത്തി ഇതിനെല്ലാം കാരണം. എടി, എന്തിയാ നീ എന്ത് വിചാരിച്ച വാതിൽ തുറന്ന് വലത്തിട്ടേച്ച് പോയേ? എന്താ അമ്മ? എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്വർണവും പണവും എല്ലാം കള്ളന്മാര് കുത്തി മാന്തി എടുത്തോണ്ട് പോയടി. 30 പവനാ പോയത്. 30 പവൻ. എന്താ എന്ത് പറ്റി വിജയലക്ഷ്മി? എന്റെ പൊന്നു പത്മജ, ഒന്നിങ്ങോട്ട് ഓടി വായോ. അയ്യോ, എന്താ എന്താ വിജയ്? എന്റെ എല്ലാം പോയി പത്മജ. പൊന്നും പണവും എല്ലാം. എനിക്കങ്ങോട്ട് വരാവോ? എന്ത് വർത്താന ജയസ്വാമി നിങ്ങൾ ഈ പറയുന്നേ? ഒരാപത്തുണ്ടാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടത്. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താ വിജയലക്ഷ്മി? എന്താ? ജയസമ്മേ, എന്റെ എല്ലാം പോയി. പൊന്നും പണവും എല്ലാം പോയി. പോട്ടെ വിജയലക്ഷ്മി. എന്റെ സമ്പാദ്യം എല്ലാം പോയി. ഞാൻ കരുതി വെച്ചത് കള്ളന്മാര് കൊണ്ടുപോയി ജയ്സമ്മേ. അയ്യോ, എന്റെ സ്വർണം പണം മൊത്തം പോയേ. എത്ര നാളുകൊണ്ട് കരുതി വെച്ചാന്നറിയോ? എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയില്ലേ? അയ്യോ, ഞാനിനി എന്ത് ചെയ്യോ ദൈവമേ? ഇനി പറ വിജയലക്ഷ്മി, എന്താ ഉണ്ടായത്? അയ്യോ, എന്തായാലും തിരുമേനി രാവിലെ തന്നെ എത്തുമല്ലോ.
പിന്നെ വിളിക്കാൻ കാറോ മറ്റോ വയ്ക്കണോ? ആ ശരി ശരി, എന്നാ വെക്കട്ടെ. അപ്പൊ നാളെ കാണാം. ഓ ശരി ശരി ശരി. ആ വിഷ്ണുട്ടാ വാ, കഴിക്കാറായി. ആ കഴിക്കാം. ഞാൻ ശ്യാമയെ കൂടി വിളിച്ചിട്ട് വരാം. ആ ഇതെന്താ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട്? ഒന്നുമില്ല, ഇവിടെ കിടക്കാൻ പോവാ. ഇവിടെയോ? ഇടി, സാധാരണ എല്ലാരും ബെഡ്റൂമിലല്ലേ കിടന്നുറങ്ങുന്നേ? ദേ കുഞ്ഞേച്ചി, എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് പരിഹാസം വേണ്ട. നിലവിട്ടാ ഞാനെന്തെങ്കിലും പറഞ്ഞു പോവും. കൂടെ പിറപ്പാണെന്നൊന്നും നോക്കില്ല. ശ്യാമേ, നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്കും അറിയാവുന്നതാ. ഇനിയിപ്പോ അഥവാ നീ പറയുന്ന പോലെ ഇതെല്ലാം ഞങ്ങളുടെ തന്നെ കുറ്റവും കെടുകാരസ്ഥയാണെന്നോ എല്ലാം വെച്ചോ, ഇനിയിപ്പോ എന്തായാലും ചെയ്യാനുള്ളേ? നീ മറുപടി പറ. നിനക്ക് വേണമെങ്കിൽ കുഞ്ഞേച്ചി ഏട്ടനെന്നുള്ള എല്ലാ പരിഗണനയും മാറ്റിവെച്ച് ഞങ്ങളെ പരിഹസിക്കാം, അല്ലെങ്കിൽ തലേ ചവിട്ടിക്കോ. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ല ഇപ്പൊ എന്താ ചെയ്യാ? അല്ലെങ്കിൽ മറ്റൊരു പരിഹാരം ഉണ്ടാവുന്നവരെ ഇവിടെ ഞങ്ങളെയൊക്കെ പോലെ ജീവിക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്റെ കുഞ്ഞേച്ചിയുടെ കൂടി വീടല്ലേ ഇത്? ഇവിടെ വന്നിട്ട് വരാന്തൊരു തൊഴുത്തിലൊക്കെയാണ് കിടക്കണ്ടേ? അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നടക്കണ്? നിന്റെ കുഞ്ഞേച്ചിക്ക് തന്നെയല്ലേ? പിന്നെ ഈ രോഹിത് ആരും കടന്നാക്രമിക്കുന്ന വന്യമൃഗമൊന്നുമല്ല. അത് നീ ആദ്യം മനസ്സിലായിക്കോ. ഞാൻ വിഷ്ണുട്ടാ വേണ്ട. മനുഷ്യന് വെറുതെ മോളെ, നീ ഇതൊക്കെ കാണിക്കുന്നത് പക്വത കുറവുണ്ടാ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞേച്ചിയോടുള്ള വാശി തീർക്കാൻ. ഒന്ന് പറയുന്ന മനസ്സിലാക്ക്. ശരി, ഞാൻ റൂമിൽ തന്നെ കിടന്നോളാം. പിന്നെ കുഞ്ഞേച്ചിയുടെ വിഷ്ണുവേട്ടന്റെ അനിയത്തെ പോലെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം. പക്ഷെ നാളെ എന്റെയോ അയാളുടെ പേരിൽ ദാമ്പത്യ പൂജയോ മാങ്ങാത്തലിയോ മറ്റോ നടത്താനാണ് ഭാവമെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോവും. ശ്യാമേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.